എന്താ കൂലിപ്പണിക്ക് പോവാ? വാർപ്പണിക്ക് പോവാ. വാർപ്പണിക്ക് പോവാ. എന്താ പണി ചെയ്യുന്നത്? ബിബി ബായ് ഇന്റെ സാമാനികതകൾ എടുത്തുനിന്ന് കണ്ട് നമുക്ക് തേപ്പിനൊക്കെ ഇന്ത്യ അറിയോ ആ ബൈക്ക്? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മള് പ്രത്യേകിച്ചൊരു പരിപാടിയൊന്നുമില്ല. വീട്ടിൽ നിന്ന് മാറി ഞാൻ ഇപ്പോഴാ നമ്മളെ റൂമിലേക്ക് എത്തി, മാംഗ്ലൂർ എത്തി. ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങാനുള്ള പ്ലാനിങ് ആണ്. നമ്മള് റൂമിൽ ഇരുന്ന് മടുപ്പ് പിടിച്ചു. ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരുണ്ട്. ബിബി ഇവിടെ ഉണ്ട്, പിന്നെ ഷെറിലുണ്ട്, ഷിഫിനുണ്ട്. ഞങ്ങൾ 3-4, ഒരു 3 ഞാനൊന്നും, ടോട്ടൽ 4. അപ്പം ഞങ്ങൾ മണി 3 ഒന്ന് കുളത്തിലേക്ക് കുളിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. എന്തായാലും നാട്ടിൽ നിന്ന് പോകാൻ വിചാരിച്ചാൽ അത് നടന്നില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നടക്കട്ടെ. അപ്പം നമുക്കിപ്പോൾ ആദ്യം കുളത്തിലോട്ട് പോവാം. അല്ലേ? എങ്ങോട്ട്? കുളത്തിലേക്ക് പോവാം. പിന്നെ നീന്തൽ അറിയാത്ത കൊണ്ട് ഷെറിൽ വെള്ളത്തിൽ കീന്നില്ല എന്ന് പറയുന്നുണ്ട്. ഷെറിൽ എങ്ങനെ വെള്ളത്തിൽ ഇറങ്ങും നമുക്ക് കാണാം. പിന്നെ സ്റ്റേറ്റ് ലെവലോളം പോയൊരുത്തനുണ്ട് ഇവിടെ, ഷിഫിൻ എന്ന് പറയും. ഇന്ത്യക്ക് വേണ്ടി ചെയ്തു. ഇന്റർനാഷണലാ. ചവിട്ട് എത്ര സമയം എടുക്കും നോക്കാം നമുക്ക് ഇത് സ്റ്റാർട്ട് ആവാൻ. ഷിഫിനെ കണ്ടിന്യൂ. ഒരു ചവിട്ട് എന്നോട് പറ്റും. ചോട്ടിക്കോ. മര്യാദക്കൊന്ന് എണ്ണ അടിച്ചൂടെ പിന്നെ? ഗൈസ്, ഇന്നലെ ഞാൻ നാട്ടിൽ നിന്ന് പോകാൻ വിചാരിച്ചു. അപ്പൊ നാട്ടിൽ നിന്ന് നമുക്ക് നടന്നില്ല. അപ്പൊ ഞാൻ നേരെ എന്ത് ചെയ്ത്, നേരെ റൂമിലേക്ക് വിട്ട്. റൂമിൽ നമുക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇവരെയും കൂട്ടി ഞങ്ങൾ നേരെ തിരിക്കാണ്. അവിടെ ഒരു പനയുണ്ട്, പനയിലേക്ക് പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് 2-3 പണികളൊക്കെ ഉണ്ട്. മാറ് പിടി ഒരെണ്ണം കൂടി കയ്യിൽ വെച്ചോ. മൈക്ക ഓപ്പൺ എടുത്ത് കയ്യിൽ വെച്ചോ. ഓപ്പൺ ചെയ്ത് വെച്ചോ. നമുക്കതൊരു ഇവിടെ ഇതൊക്കെ ഓൺ ചെയ്യാണ്ട്. ഫസ്റ്റ് ഇവിടെ ഓൺ ചെയ്യാണ്ട്. ചാവി ഓണാക്കും. ആദ്യം ചാവി ഓണാക്കും. ഇതൊക്കെ ഇതിപ്പോ സ്റ്റാർട്ടാവും. അതാ കണ്ട ഞാൻ കട്ടാക്കിട്ട് മൈലുകളെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെറുതെ. ഇനി ഞാന് വർത്താനം പറയാം. അതാണ് മെയിന്. ചെല്ല പറയ്. സ്റ്റാർട്ട് ചെയ്ത് കൈവിലവരങ്ങനെ ചെയ്യണം, അല്ലാതെ ഇറങ്ങി. കഴിച്ച നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഡോറിലൊക്കെ ഫോൺ എടുക്കുന്നില്ലേ? നമുക്ക് ഇറങ്ങാം. വീണ്ടും ഓഫാക്കിയ ആവശ്യം ഇങ്ങനെ ചെയ്യേണ്ടി വരും. പിന്നെ ഒറ്റടി കിട്ടും, മണ്ണ് കിട്ടും. ഒറ്റടി കിട്ടും. പറ്റൂലെങ്കിൽ പറ. പമ്പ് അടിക്കണ്ടേ? മറ്റേ പണ്ടത്തെ ബുള്ളറ്റ് അല്ലേ പമ്പ് ചെയ്ത് അടിക്കാൻ. ബട്ടൺ ഉണ്ടോ നോക്കി ഇവിടെ? സെറ്റപ്പ് അങ്ങനെയാണേ. അതില്ല അല്ലേ? അത് വേണ്ട. എണീറ്റ് ബിബി വാ. ഞാൻ ഈ വണ്ടി എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയാം, ഞാൻ എടുക്കാറുണ്ട്. എന്റെ വണ്ടി ഞാൻ എടുത്തോ. താക്കോല അതിൽ തന്നെ ഉണ്ടല്ലേ? ബ്രേക്ക് ഇല്ലാത്ത വണ്ടി. ബ്രേക്കോ ക്ലച്ചോ? ക്ലച്ച് അറിയില്ലേ? കാസർഗോഡ് നല്ല ഈ വണ്ടിയിൽ ഇത് ക്ലച്ചാണ്. മാറ്റി വെച്ചത്. ഇത് കണ്ടോ ക്ലച്ച് എത്ര ടൈറ്റ് ആണ് നോക്കിയാ. അത് ഞങ്ങൾ തന്നെ എടുത്തോ. നമ്മൾ പോവാനുള്ളത് എടുക്കാനുള്ളത്. ഞാൻ പിടിക്കാം. ഹെൽപ്പ് ചെയ്യാം. കുളിക്കാൻ പോവല്ലേ? കുളിക്കാൻ പോവല്ലേ? കുറച്ചൊക്കെ വേർക്കാം. എന്താ
കൂലിപ്പണിക്ക് പോവാ? വാർപ്പ് പണിക്ക് പോവാ. വാർപ്പണിക്ക് പോവാ. ബായ് ആജാ ആജാ. ഈ ബായ് എങ്ങോട്ടാ? ആ ബായ് എന്റെ അസിസ്റ്റന്റ്. എന്ത് ആ ബായ് എന്താ പണി ചെയ്യുന്നത്? ബിബി ബായ്. ബിബി ബായ്. ബായ് ഇന്റെ സാമാനികരികൾ എടുത്തുനിന്ന് കണ്ട് നമുക്ക് തേപ്പിനൊക്കെ ഹിന്ദി അറിയോ ആ ബായിക്ക്? ഹിന്ദി അറിയുന്നുണ്ട്. हिंदी मालूम है बोल. मेरा नाम शेरिल. ബിബി മോൻ. ബിബി മോൻ. അപ്പൊ ഗൈസ് നമ്മള് കുളിക്കാൻ പോവാണ്. ബാക്കിയുള്ള പരിപാടി ബൈ ബൈ ഗൈസ്. ബൈ ബൈ. ബൈ ബൈ. ഇങ്ങോട്ടൊരു ഓക്കെ. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ. അതാ പോയി, വീണ്ടും പോയി. പറ്റൂലെങ്കിൽ മാറി നിൽക്ക് ഗൈസ്. നമുക്കപ്പോ അങ്ങോട്ട് എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്. അങ്ങനെ കാടും മലയും താണ്ടി ഞങ്ങളതാ ഞങ്ങളുടെ സ്വർഗരാജ്യത്തിലേക്ക് എത്തി എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഇതാ സ്ഥലം നോക്കി നിങ്ങള് ഒന്ന് കാട്ടിച്ചേരാം. ഇവിടെ 2 കൊല്ലമായിട്ട് ഞാനും ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ മതി. എത്ര വലുപ്പമുണ്ട് ഇവിടെ നോക്കിയേ. നമ്മളിന്ന് ഇവിടെ പൊളിക്കും. കൊറേ കാലത്തിന് ശേഷമാണ് ഒന്ന് കുളിക്കാൻ വരുന്നത്. കൊറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ കുളിക്കാൻ വരുന്നത്. കുളത്തിലേക്ക് പോകുന്നതിന് കൊറേ കാലത്തിന് ശേഷം. ശരി പറഞ്ഞോ. ಊರ ಪೊಲೀಸ್ ಬಂದಂಗೆಲ್ಲ ಎಲ್ಲಾರು ಲಾಟ್ ಬೀಡ ಒಟ್ಟ ಸೋಡಿನ ಎಲ್ಲ ಓಡ್ ಹಿಂಗ ನೋಡುന്നു യൂട്യൂബ് പോലീസ് വന്ന് ಎಲ್ಲ ಓಡಿಕೋ പോലീസിന്റെ മകനാ അവിടെ കാണുന്നു. മാംഗ്ലൂർ റൗഡി. ഓക്കെ കുളിക്കാൻ ഇപ്പൊ ഇറങ്ങുന്നത് ഡ്രസ് ചേഞ്ച് ആക്കിട്ട് ഇറങ്ങുന്നത്. റിവേഴ്സ് ഒന്നും അടിക്കല്ലോ. നീ അടിക്കുന്നാ വിളിച്ചിട്ടാ കുളിക്കാൻ ഇറങ്ങുന്നത്. കാസർഗോഡ് ഉപ്പള. 3 ഇടാ ഗൈസ്. ഓരോ ഫോട്ടോ ഓരോ വീഡിയോ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. മതിയാ ഗൈസ്. അപ്പോ ഇവിടെ നല്ല ആൾക്കാരുണ്ട്. ഞങ്ങൾ അങ്ങനെ കുളിക്കാറുണ്ട്. ഇവിടെയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് ഇവർ റെഡി ആയിക്കൊണ്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി വരാം. ഗൈസ് ഇവിടെ തിരക്ക് നോക്കിയാ ഇത്ര ആൾക്കാരെ കുളിക്കാൻ. ഓ മാൻ. നമ്മുടെ ടീം ഇവിടെ ഉണ്ട്. ഒരു ബോളും പിടിച്ച് കളിക്കുന്നുണ്ട്. നീന്താൻ അറിയാത്ത ഇത് പൊളിക്കും. ഗൈസ് അങ്ങനെ ഞങ്ങൾ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നു. രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ല. ഇപ്പൊ മണി 5-6 മണിയായി. ഫുഡ് കഴിക്കുന്ന ഇപ്പോഴാണ്. ഷവായി ഉണ്ട്, പിന്നെ 4 പേരും ഉണ്ട്. കഴിച്ചോ. കിട്ടും കൊറേ കിട്ടും. അതെ ട്രീറ്റ് ആണ്.